പുഷ്പക വിമാനം എന്ന ടൈറ്റിൽ ഈ സിനിമ ചെയ്യാൻ എന്നെ കൊണ്ടുവന്നത്. കാരണം ഇത് മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു ജോണർ സബ്ജക്റ്റാണ്. കൈൻഡ് ഓഫ് ടൈം ലൂപ്പ് എന്ന് നമുക്ക് പറഞ്ഞാൽ പോലും ഇത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിൻ്റെ ടാഗ് ലൈനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന്. ഈ പടത്തിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടറായിട്ട് ഈ മലയാളത്തിലൊരു പ്രമുഖ താരം അഭിനയിക്കുന്നുണ്ട്. ഏകദേശം ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ ആണ്, ഒരു അരമണിക്കൂറോളം ഫുട്ടേജ് പടത്തിലുള്ള ക്യാരക്ടറാണ്. റൺ ലോല റണ്ണിന്റെ ഒരു ഇൻസ്പയറിംഗ് ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹോളിവുഡിൽ നടന്നിട്ടുള്ള അത്രയും നല്ല ടൈം ലൂപ്പ് സിനിമകളിൽ ഒന്നാണ്, ക്ലാസിക്കുകളിൽ ഒന്നാണ്. ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ജോണർ മലയാളത്തിൽ ആദ്യമായി വരുമ്പോൾ ഇതിന് അതുമായി ബന്ധം, ഇതിനായി ബന്ധം എല്ലാം സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. പക്ഷെ അതിന് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, ടൈം സമയം. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം എല്ലാവർക്കും കണ്ടു. ഇപ്പോൾ റൺലോല റണ്ണ് പോലെ ആണെന്ന് പറയാനുണ്ടായ ഇൻസ്പിറേഷൻ ടീച്ചറാണ്. എല്ലാ സിനിമയും നമുക്ക് പുതിയ പരിപാടി തന്നെയാണ്. ഇപ്പോൾ ഒരിക്കലും മഞ്ഞുമല് കഴിഞ്ഞു നിന്നിട്ട് നമ്മള് കാലം നീട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. നല്ല സിനിമ ചെയ്യാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് നാളെ ഈ വർഷം കഴിഞ്ഞാൽ പണ്ടു തന്നെ വിജയപരാജയം ഒരു കലാസൃഷ്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോഴും നമ്മൾ ഏതൊരു കലാകാരനും ഏതൊരു മേക്കറും ചിന്തിക്കുന്നത്. ജയപരാജയം എന്ന് പറയുന്നത് നമുക്ക് മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ഒരു കല, ഒരു ആർട്ട്, ആ ഒരു ഫോം. അവർ വിചാരിക്കുന്ന വിജയം അങ്ങനത്തെ ആരാ വരുമെന്നാണ്, വേറെ സിനിമാ നടന്മാര് വരുമെന്നായിരിക്കണം. പക്ഷെ ഞാനും ലുക്കും ബിലിച്ചോണ്ടൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഞങ്ങളെ മനസ്സിലാവുന്നില്ല, ഏതോ സിനിമ ഷൂട്ടിങ് ഏതോ വലിയ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇരിക്കുന്നത്. നമ്മൾ അയ്യോ അണ്ണാ പോയി തൂങ്ങണ്ണ, അവര് ആർട്ടിസ്റ്റാ ഞങ്ങൾ എന്നിട്ട് ഇത്രയും പേരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ട്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബാലു വർഗീസ്, സംവിധായകൻ ഉല്ലാസ് കൃഷ്ണ ആൻഡ് ധീരജ് ഡെന്നി. വെൽക്കം. സംവിധായകൻ ഇന്ന് തന്നെ തുടങ്ങാം അല്ലേ? എം പത്മകുമാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 6-7 മാസങ്ങൾക്ക് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ്, അതിൽ ആദ്യം പുള്ളി തുടങ്ങുന്നത് പുള്ളിയുടെ ആദ്യ പടത്തിന്റെ ഓർമ്മ പങ്കുവച്ചിട്ടാണ്. രഞ്ജിത്ത് സാറൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒരു പുതിയ സംവിധായകൻ ഇങ്ങോട്ട് വരണമെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് എന്തെങ്കിലും പുതിയ കഥ പറയാൻ വേണം, അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ വേണം. അപ്പോൾ പിന്നീട് പറയാണ്, ആ ഡിസംബറിൽ ഒരു പടം തുടങ്ങാൻ പോവാണ്, എൻ്റെ സുഹൃത്തായ ഉല്ലാസ് കൃഷ്ണയുടെ പടമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ എന്തോ ഇതുവരെ കാണാത്ത ഒരു പ്രതിഭയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷു തുടങ്ങുന്നത്. അപ്പോൾ പത്മകുമാർ സാറിൻ്റെ കൂടെ തുടങ്ങിയതാണ്. പുഷ്പവിമാനത്തിലേക്ക് എങ്ങനെ എത്തണേ? ഫസ്റ്റ് ഓഫ് ഓൾ പത്മകുമാർ സാറിനെ പോലുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് എന്നെ പോലുള്ള ആൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അത് ആദ്യം തന്നെ പറയണമല്ലോ, ആ ഗുരുത്വം. അദ്ദേഹത്തിനെ പോലെ തന്നെ ജോമോൻ എന്ന് പറയുന്ന ഡയറക്ടർ, മേജർ രവി സാറ്, ശ്രീകുമാർ മേനോൻ സാറ്, അതേപോലെ സമുദ്രക്കനി സാറ്, ഇവരെ കൂടെ ഉദയാനന്ദൻ, കുറേ ആൾക്കാരുടെ ട്രാവൽ ചെയ്യാൻ പറ്റി. അത് കൂടുതൽ വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിന്നത് പത്മകുമാർ സാറിൻ്റെ കൂടെയാണ്. അതെൻ്റെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റിന് അത്രയും എനിക്കും ഇമോഷണലി ഭയങ്കര ആത്മബന്ധമുള്ള ഒരു പോസ്റ്റാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലേക്ക് നമ്മുടെ സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമയുള്ള സബ്ജക്റ്റാണോ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തും. അപ്പോൾ ഞാനെന്ന ഡയറക്ടർ ആദ്യമായ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതേ ഒരു സംഭവം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് പുഷ്പക വിമാനം എന്ന ടൈറ്റിൽ ഈ സിനിമ ചെയ്യാൻ എന്നെ കൊണ്ടുവന്നത്. കാരണം ഇത് മലയാള സിനിമയിൽ ഇതുവരെ വരാത്ത ഒരു ജോണർ സബ്ജക്റ്റാണ്. കൈൻഡ് ഓഫ് ടൈം ലൂപ്പ് എന്ന് നമുക്ക് പറഞ്ഞാൽ പോലും ഇത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിൻ്റെ ടാഗ് ലൈനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. ഒരു മിനിറ്റ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം. ടീസർ എന്ന് പറയുന്നത്, നമ്മൾ ടീസർ ഇറക്കിയപ്പോഴും അതിനകത്ത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സമയത്തെക്കുറിച്ചാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം അജയ് എന്ന് പറയുന്ന എ മിനിറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന ക്യാപ്ഷൻസിലാണ് കൂടുതൽ പോയിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റിന്റെ വ്യത്യാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം എന്നതിന്റെ ഒരു വിഷ്വൽ റീക്രിയേഷനാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ പുതുമ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അത് പ്രേക്ഷകരാണെങ്കിൽ കണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങനെ മാക്സിമം ആ പുതുമയിലൂടെയാണ് ഞങ്ങളെല്ലാം ഈ സിനിമ ഉണ്ടായത് തന്നെ. ബാക്കി ഇത് പ്രേക്ഷകരാണ് കണ്ട് വിലയിരുത്തേണ്ടത്. സിജുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ടൈം എന്നുള്ളത് ചോദിക്കായിരുന്നു. നേരം, നല്ല നേരം, ചീത്ത നേരം. അതുപോലെ ഇവിടെ ഒരു നേരം വരികയാണ് അല്ലേ? ബാലുചേട്ടാ, എന്താ കഥാപാത്രം? സിജു ചെയ്യുന്ന അജയ് മഹേശ്വരി എന്ന ക്യാരക്ടറിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളി. ഇയാളുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു ആളാണ്. അജയ്ക്കൊരു വലിയ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുമ്പോൾ വേറെ ഒന്നും നോക്കാതെ അയാളുടെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സുഹൃത്താണ്. ആഗ്രഹം എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആഗ്രഹമാണ് ഈ ആഗ്രഹം. എന്നെ ഈ പടത്തിലേക്ക് ഇതിനകത്ത് അട്രാക്ട് ചെയ്യുന്ന മെയിൻ പരിപാടി ഇതിന്റെ ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവമാണ്. ഇപ്പൊ മലയാളത്തില് ഇന്നേവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു
ഒരു ഏരിയ ആണ്, ഒരു ടൈം ലൂപ്പ്, അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാനും അത്യാവശ്യം പ്രയാസമുള്ളൊരു പരിപാടിയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അറിയാതെ എങ്ങനെ ഇത് ഷൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളൊരു, വായിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ വായിച്ചു പോകും, പക്ഷെ എങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് അറിയാത്തൊരു പരിപാടിയാണ്. കാര്യം ഒരു സീക്വൻസ് തന്നെ നമ്മൾ 3 തവണയൊക്കെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. ആ ഒരു സെയിം സിറ്റുവേഷൻ പോലെ ആവാൻ പാടില്ല. പിന്നെ അതിനകത്തൊരിക്കലും നമുക്ക് സെയിം രീതിയിൽ തന്നെ തോന്നിക്കഴിഞ്ഞാൽ അത് ബോറടിയാവും. പിന്നെ അത് ഒരു മിനിറ്റിന് മുമ്പ് ഇതാണെങ്കിൽ സംഭവിച്ചാണെങ്കിൽ അത് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷെ അതിന്റെ കണ്ടിന്യൂറ്റി വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് ഓരോ ആൾക്കാരുടെ പ്രവൃത്തിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇയാളുടെ സ്വഭാവം വേറെ ആയിരിക്കും, വേറെ രീതിയിലായിരിക്കും ആൾ ചിലപ്പോൾ പെരുമാറുന്നത്. വേറെ ആളോട് സംസാരിച്ച് നിങ്ങളടുത്ത് ചിലപ്പോൾ വരുമ്പോൾ അയാളുടെ മൂഡ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് ചേഞ്ചസ് അതിനകത്തുണ്ട്. അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് നമ്മൾ കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് പുഷ്പവിമാനം. കർണൻ, നെപ്പോളിയൻ, അതിന്റെ ശേഷം വരുന്ന കൽക്കി, ഇതിലൊക്കെ പോലീസ് കഥാപാത്രങ്ങൾ വന്നു. പിന്നെ വരുന്നത് അല്ലേ, എങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്, എങ്ങനെയുള്ള ഒരു പോലീസാണ്? ACP സ്റ്റീഫൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ റാങ്ക് കൂടുതലാണ് ഇപ്രാവശ്യം. റാങ്ക് കൂടുതലാണ് അതന്നെ. അപ്പോൾ പുള്ളി കുറച്ചുകൂടി സീരിയസ് ആണ് സബ്ജക്ട്. ഇപ്പൊ കൽക്കിയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു അലസനായ ഒരു പോലീസുകാരനല്ല പുള്ളി. കുറേ കൂടി ട്രൂ ടു ദ വർക്ക്, ഒരു പണിയെ ഏൽപ്പിച്ച് അദ്ദേഹം എങ്കിലും ക്രാക്ക് ചെയ്യും, അങ്ങനെ കേസുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് സോൾവ് ചെയ്യുന്ന ഭയങ്കര പ്രമുഖനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറാണ്. അദ്ദേഹത്തിന് ഒരു നാട്ടിലൊരു സിറ്റുവേഷൻ, ഒരു ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ വിളിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്നു. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞോ അറിയാതെയോ സിവിച്ചേൻ്റെ ക്യാരക്ടറും ബാലുവിൻ്റെ ക്യാരക്ടറും അതിൽ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ അവരുടെ കൂടെയുള്ള ട്രാവലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻറ്റ് സിനാരിയോസ് ആണ്. ഇപ്പം നമ്മൾ നേരത്തെ ഒരു 1 minute ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയാം, ആ ഒരു മിനിറ്റിന് ഡിഫറൻസ് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ത്രൂ ഔട്ട് പടം. ബാലു പറഞ്ഞാൽ വായിക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കും ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ടെക്നീഷ്യൻസിനാണെങ്കിലും ക്യാമറമാൻ എല്ലാവർക്കും കൺഫ്യൂഷൻസിനാണ് ചാൻസസ് കൂടുതലാണ്. തൊട്ടുമ്പോൾ നമ്മൾ എടുത്തല്ലേ എന്നൊക്കെ ചോദിക്കും. കാരണം അതിൻ്റെ തന്നെ റിപ്പീറ്റ് ആണ് ചെയ്യുന്നത്, ചെറിയ വ്യത്യാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മേക്കിംഗ് ടൈമിൽ നമുക്കും ഭയങ്കര ലേണിംഗ് കർവ് ആയിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പടം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെറിയ ഡിഫറൻസുകളിൽ പോകുന്ന പടം ചെയ്തിട്ടില്ല. അപ്പൊ അത് വന്നപ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട്, ബാലു പറയണേ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് ഭയങ്കര ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹത്തിന് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കാരണം അത് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഫോൾസ് പ്രൂഫ് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റിയായിരുന്നു. പിന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ, ഉല്ലാസേട്ടൻ്റെ ടീം എന്ന് പറയുന്നത് എല്ലാവരും അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന ആളുകൾ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സെറ്റ് ആയ ഒരു ടീമിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അത് ഓൾറെഡി ഒരു റോളിംഗ് സ്റ്റോണാണ്, നമുക്ക് അതിന് കൂടെ നിന്നാൽ മതി, നമ്മൾ കൂടെ ഉരുണ്ടാണ് പൊക്കോളും. എക്സൈറ്റ് ചെയ്യ ഒരു കഥ തന്നെയാണോ ആദ്യം ഇത് എടുക്കാന്ന് തീരുമാനിക്കണം? മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഇൻഡസ്ട്രി നിൽക്കുന്നത് കഴിഞ്ഞ ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് മലയാള ഇൻഡസ്ട്രി സിനിമകൾ വന്ന് തിയേറ്റേഴ്സിൽ ആളുകൾ വന്ന് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് റെക്കോർഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞൊരു 3-4 മാസം സൃഷ്ടിച്ചത്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിരിക്കണം സത്യം തമാശല്ല. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഇനി പുതിയ പടങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. കൃത്യം ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഇതുവരെ മലയാളത്തിൽ പറയാത്തത്, മറ്റ് ഭാഷകളിലൊക്കെ വന്നിട്ടുണ്ട്, പറയാത്തൊരു ജോണർ നമുക്ക് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. അത് ചെയ്താലും ജനങ്ങൾ സ്വീകരിക്കും എന്നൊരു വിശ്വാസം നമുക്ക് ഇപ്പോൾ ഉണ്ട്, മുമ്പത്തേലും കോൺഫിഡൻസ് നമുക്കുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് തന്നെയാണ് അതിലെ ഹീറോ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ മേക്ക് ചെയ്ത് വരുമ്പോൾ സ്ക്രിപ്റ്റിനേക്കാളും മുകളിൽ മേക്ക് ചെയ്ത് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് കാണും പറയാം. ബാലുചേട്ടന് മഞ്ജുമലിനൊക്കെ ശേഷമല്ലേ ഇത് കമ്മിറ്റ് ചെയ്ത്? അതെ. അപ്പോൾ ഇത് തന്നെയാ സ്ക്രിപ്റ്റ് തന്നെയാണോ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഫാക്ടർ എന്ന് പറയാൻ? അതെ, ഡെഫിനറ്റ്ലി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമുക്ക് എനിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് പിന്നീടായാലും തിരിഞ്ഞു നോക്കുമ്പോൾ പല രീതിയിലുള്ള പടങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. അപ്പോൾ മലയാളത്തിൽ ഇന്നേ വരെ നമ്മൾ കാണാത്ത ഒരു ഏരിയ ഓഫ് സിനിമയാണ്. അപ്പോൾ അതിന്റെ ഭാഗമാവാൻ വേണ്ടി തന്നെയായിരുന്നു. ഈ പേര് എനിക്കൊന്ന് തമിഴില് കമൽഹാസൻ സാറിന്റെ ഒരു 80s ഒരു പടം വരുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തെലുങ്കിലൊരു പടം ഈ പേരിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേര്? ഈ പടത്തിലൊരു എക്സ്ട്രേഞ്ചർ ക്യാരക്ടറായിട്ട് ഈ മലയാളത്തിലെ ഒരു പ്രമുഖ താരം അഭിനയിക്കുന്നുണ്ട്. ഏകദേശം ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ ആണ്, ഒരു 1/2 മണിക്കൂറോളം ഫുട്ടേജ് പടത്തിലുള്ള ക്യാരക്ടറാണ്. ആ കഥാപാത്രത്തുമായി ബന്ധമുള്ള ഒരു ടൈറ്റിലാണ്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടൈറ്റിൽ വേണമായിരുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു പേരാണ് പുഷ്പക വിമാനം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആ കഥാപാത്രത്തോടൊപ്പം തന്നെ ഇപ്പൊ നിൽക്കുകയാണ്. ഒപ്പം തന്നെ അത് റിവീൽ ആകുമ്പോൾ അതും റിവീലായി വരും. റൺ ലോല റണ്ണിന്റെ ഒരു ഇൻസ്പയറിംഗ് ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഹോളിവുഡിൽ നടന്നിട്ടുള്ള അത്രയും നല്ല ടൈം ലൂപ്പ് സിനിമകളിൽ ഒന്നാണ്, ക്ലാസിക്കുകളിൽ ഒന്നാണ്.
അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു ജോണർ മലയാളത്തിൽ ആദ്യമായി വരുമ്പോൾ അതുമായി ബന്ധം ഇതിനായി ബന്ധം എല്ലാം സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമാണ്. നമ്മുടെ സിനിമ എന്താണെന്ന് നമ്മളുടെ സിനിമ കണ്ട് തന്നെ ഞാനിപ്പോൾ ഇതാണെന്ന് അവകാശപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു. പ്രേക്ഷകൻ കണ്ടിട്ട് വിലയിരുത്തട്ടെ, അത് ഇതാണോ അത് മറ്റേതാണോ എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഞങ്ങൾ നമ്മുടെ പുതുമ എപ്പോഴും ഒരു കലാസൃഷ്ടി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കും, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. അതിൻ്റെ റൈറ്റേഴ്സ് ശ്രമിക്കുന്നതും അങ്ങനെയായിരിക്കും, അതിനെ ഞാൻ ആസ് എ മേക്കർ ഞാൻ അതിനെ കൺസീവ് ചെയ്യുന്നതും അങ്ങനെയായിരിക്കും. അപ്പോൾ അത് മാക്സിമം പുതുമയോടെ മലയാളത്തിൽ അത് പുതുമയോടെ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ മറ്റേത് സിനിമകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. ട്രെയിലർ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നേ, കണ്ടിട്ടൊന്നും പിടി കിട്ടരുത് എന്നുള്ള രീതിക്ക്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, ടൈം സമയം. ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം എല്ലാവർക്കും കണ്ടു. ഇപ്പൊ റൺലോല റണ്ണ് പോലെ ആണെന്ന് പറയാനുണ്ടായ ഇൻസ്പിറേഷൻ ടീച്ചറാണ്. അപ്പോൾ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സാധനം അത് തന്നെയായിരുന്നു. പ്രേക്ഷകർക്ക് ഈ സിനിമയുടെ മൂഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം ആയിരിക്കണം, ടൈമിന് വേണ്ടിയിട്ടുള്ള ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കണം. ആ ഓട്ടമാണ് ടീച്ചറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സൗഹൃദത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രണയത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിജീവനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഈ സിനിമ ടോട്ടലി പറയുന്നത്. ത്രില്ലർ, ഇൻ ആൻഡ് ഔട്ട് റോഡ് ത്രില്ലർ മൂഡിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. സിജുചേട്ടനായിട്ടാണോ കൂടുതൽ കോമ്പിനേഷൻസ് വരുന്നത്? അതെ സിജുചേട്ടനാണ് കൂടുതൽ കോമ്പിനേഷൻസ്. നമ്മൾ ആക്ച്വലി 2013 ഇതിന് മുമ്പ് സിനിമ ചെയ്തത്. തേർഡ് വേൾഡ് ബോയ്സ് എന്ന സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് സിനിമ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇത്രയും കാലവും നമ്മൾ ആ സുഹൃബന്ധം അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി രസകരമായിട്ട് ഞങ്ങൾക്ക് കുറെ ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ല രസമായിട്ടുള്ള സിനിമയും ഒരുമിച്ച് ചെയ്യാൻ പറ്റി. ടോട്ടലി സിനിമ തന്നെ സൗഹൃദങ്ങളുടെ സിനിമയാണ്. സിജു ബ്രോയും ബാലു ബ്രോയും തമ്മിലുള്ള നേരത്തെ ഉള്ള സൗഹൃദം, ഇവര് തമ്മിൽ നേരത്തെ പരിചയം, സിജു ബ്രോയും ധീരജും തമ്മിലുള്ള സൗഹൃദം, എനിക്ക് ഇതിന്റെ ക്രൂസ് ആയിട്ടുള്ള സൗഹൃദം. ഇതിന്റെ നിർമ്മാതാവ് ജോൺ കുടിയാൻമല എന്ന് പറയുന്ന അദ്ദേഹം ഞാൻ വർക്ക് ചെയ്ത മേജർ രവി സാറിന്റെ ബിയോണ്ട് ബോർഡർ എന്ന പടത്തിലെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു. അതിന്റെ തന്നെ അസോസിയേറ്റ് ക്യാമറമാനാണ് ഇതിന്റെ ക്യാമറമാൻ രവിചന്ദ്രൻ. അതിന്റെ അസിസ്റ്റന്റ് എഡിറ്ററാണ് ഇതിന്റെ എഡിറ്റർ അഖിലേഷ് മോഹൻ. ഇപ്പോൾ അദ്ദേഹം എമ്പുരാന്റെ എഡിറ്ററാണ്. അതിന്റെ തന്നെ മേക്കപ്പ് മാൻ ആയിരുന്നു, അസിസ്റ്റന്റ് മേക്കപ്പ് മാനാണ് ഇതിന്റെ മേക്കപ്പ് മാൻ ജിത്തു. രാഹുൽ രാജ് എന്റെ സുഹൃത്താണ്, വർഷങ്ങളായിട്ട് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. പണ്ട് നിങ്ങൾ ബാച്ചിലർ പാർട്ടിയും ചോട്ടാ മുംബൈയൊക്കെ എൻജോയ് ചെയ്ത മ്യൂസിക് ചെയ്ത അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തത്. അപ്പൊ എന്റെ സൗഹൃദങ്ങളിൽ ഉണ്ടായ സൗഹൃദങ്ങളുടെ സിനിമയാണ് ശരിക്കും ഈ സിനിമ. മഞ്ഞുമ്മലിന് ശേഷം എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കരിയറിനെ വേർതിരിക്കാൻ പറ്റും? അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇനി എന്റെ കരിയർ ഇനി മഞ്ഞുമ്മലിന് ശേഷം? അങ്ങനെയൊന്നുമല്ല. എല്ലാ ദിവസവും എല്ലാ സിനിമയും നമുക്ക് പുതിയ പരിപാടി തന്നെയാണ്. ഇപ്പോൾ ഒരിക്കലും മഞ്ഞുമല കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മള് കാല് നീട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. അല്ല, എപ്പോഴും എല്ലാ സിനിമകളും നമുക്ക് പുതിയ സിനിമകൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റും ഉള്ളൂ. അതിനകത്ത് നമുക്ക് ആ സിനിമ ഹിറ്റാകുമ്പോൾ നമുക്ക് അതിനകത്തൊരു സുഖമുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു നല്ല പടം ചെയ്തെന്ന് വെച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും നല്ല സിനിമ ചെയ്യാനുള്ള ഓട്ടത്തിൽ തന്നെയാണ് ഇന്നും നാളെയും ഇനി വർഷങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും, പണ്ടും തന്നെയായിരുന്നു. സിജുചേട്ടന്റെ കൂടെ നമ്മുടെ മലർവാടി ഇറങ്ങിയ സമയത്തുള്ള പോസ്റ്ററിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ആലുവ പാലത്തിന്റെ അവിടെ എന്തോ നിൽക്കുമ്പോൾ ഈ പോസ്റ്റർ ചേട്ടൻ കാണിച്ചു തന്നതും നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും. സിജു വിൽസന്റെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുമ്പോ സിജുചേട്ടൻ ഒരു ചേട്ടൻ ഫിഗറാണ്. പിന്നെ ഞങ്ങള് പള്ളിയിലുള്ള സമയം തൊട്ടും എൻ്റെ കസിൻ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പുള്ളിനെ കാണുന്നത് ചേട്ടനായിട്ട് തന്നെയാണ്. സെറ്റിൽ വന്നപ്പോഴും ആ ചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തിനും ഏതിനും ഒരു ചേട്ടനോട് സമീപിക്കാവുന്ന ഒരു കംഫേർട്ട് തരുന്ന ഒരാളാണ് സിജുചേട്ടൻ. രസമാണ്, അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും എളുപ്പമാണ്, ഈസാണ് ചെയ്യാനായിട്ട്. പുള്ളി ഭയങ്കര കെയർ ചെയ്യണം, പ്രൊട്ടക്റ്റീവ് നേച്ചറുള്ള ഒരാളാണ് സിജുചേട്ടൻ. ആലുവ ഗ്യാങ്ങിന്റെ കൂടെയുള്ള ഒരു അതെ, അവരെ കണ്ടിപ്പം ചേട്ടന്മാര് എന്ന് പറഞ്ഞപ്പോ നമ്മളായാലും അതെ സീനിയേഴ്സ് അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടു നിൽക്കുകയൊക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അവരെ അനുകരിക്കാനുള്ള ഒരു ശ്രമം നടത്താം. അന്നത്തെ കാലം എങ്ങനെയായിരുന്നു? മലയാളത്തില് മുന്നേ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോൺ അബ്രഹാം സാറ്, ദിലീപ് അങ്ങനെ പലവരും വന്നിട്ടുണ്ട് ആലുവ ഭാഗത്ത് നിന്ന്. അപ്പോൾ പക്ഷെ ഇവരൊന്നും നമുക്ക് അറിയാവുന്ന ആളുകളായിരുന്നില്ല. ഇപ്പോൾ ഈ സിജുചേട്ടൻ, നിവിൻ പോളി, അൽഫോൻസ് ചേട്ടൻ എല്ലാവരും ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ സീനിയേഴ്സ് നിന്ന ആളുകളാണ്. അവര് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സിനിമയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് വന്നപ്പോൾ ആർക്കും സിനിമയിലേക്ക് കയറാം എന്നൊരു സംഭവം വന്നു. ഇപ്പോൾ പണ്ട് മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ എങ്ങനെയാണോ സിനിമയിലേക്ക് കയറി അതുപോലെ തന്നെയാണ് ഓർഗാനിക്കായിട്ട് ഇവരും കയറിയത്, കഷ്ടപ്പെട്ട് തന്നെ കയറിയേക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ടാൽ സിനിമ കിട്ടും എന്നൊരു വിശ്വാസം നമുക്ക് ഇവരിലൂടെ കിട്ടി. അങ്ങനെ തന്നെയാണ് ഞാൻ ജോലി ചെയ്തിരുന്ന ആളാണ്. ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ഫീൽഡിലായിരുന്നു. ഞാൻ 3-4 വർഷം ജോലി ചെയ്തതാണ്.
ജോലി ചെയ്തിട്ടും ശരിയാവാണ്ട് വന്നപ്പോഴാണ് ഞാൻ പണ്ട് നാടകങ്ങളൊക്കെ ചെയ്തിരുന്ന ആള്, തെരുവ് നാടകങ്ങൾ അമിച്ചർ നാടകങ്ങൾ ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ വീണ്ടും, അപ്പൊ ഞങ്ങളൊരു ടീമുണ്ട് ആലുവയിൽ തന്നെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ്, ഞങ്ങളൊരു ടീം മൊത്തത്തിൽ ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ആലുവയിൽ. ഇനിയുണ്ട് ആളുണ്ട് ഇഷ്ടംപോലെ. ഇനി ബെൽറ്റിന് ഓട്ടിട്ടിരിക്കുകയാണ്. നമ്മള് ഗണപതിയെ പറയുമ്പോൾ എപ്പോഴും ചൈൽഡ് ആർട്ടിസ്റ്റ് പാലുമ്പഴം ഒക്കെ പറയും. പക്ഷെ ബാലു വർഗീസും ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണല്ലേ. നമുക്ക് പെട്ടെന്ന് ബാലുചേട്ടനെ കാണുമ്പോ അങ്ങനെ പഴയതല്ല ഓർമ്മ വരും. ഇപ്പൊ ഹണിബി തൊട്ടൊക്കെ ആവും അല്ലെ ഒരു ഓർമ്മ വരും. ഇന്ദ്രജിത്തേട്ടന്റെ ആദ്യത്തെ 2 കുട്ടിക്കാലം ചെയ്തത്, ചാന്തുകൊട്ടിലെ കുമാരനാണെങ്കിലും ഒരുവല്ല ശിവനാണെങ്കിലും, എങ്ങനെയാ അത് രണ്ടും ഒരാളുടെ കുട്ടിക്കാലം? പണ്ട് നമുക്ക് ലാലേട്ടനൊക്കെ ഉണ്ടാവും ഒരു സ്ഥിരം ആള്. അത് ഇപ്പൊ ചാന്തുപൊട്ടില് ഇന്ദ്രേട്ടന്റെ അത്രയും നിറമില്ലെങ്കിലും നുണക്കുഴി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് കയറിയ ഒരാളാണ് ഞാൻ. അപ്പൊ അതിൽ ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാർ വഴി അങ്ങനെ പോയതാണ്. ഇന്ദ്രയുടെ അടുത്ത ഒരു സിനിമയിൽ ഇന്ദ്രയുടെ ചെറുപ്പം വേണമെന്നുള്ളൂ ഇങ്ങനെ പറഞ്ഞു ഈ പടത്തിൽ ചെയ്തൊരു പയ്യനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നാണ് ഒരു മെന്റില് ചെയ്തത്. അതില് ചാന്തുപൊട്ട് എങ്ങനെയാ ആദ്യം ഈ ആഗ്രഹത്തോടു കൂടി വന്നാണോ അത്? ആ ചാന്തുപൊട്ടിൽ ഇപ്പൊ ഞാനിപ്പോ നമ്മളെ വീട്ടിലെ പരിപാടികളെല്ലാത്തിലും നമ്മള് മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഇങ്ങനെ ഒരു ആളെ വേണമെന്ന് പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് സജസ്റ്റ് ചെയ്തു. എന്റെ മമ്മയുടെ ബ്രദർ ലാല്, അപ്പൊ ലാലങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പൊ അതിനകത്ത് അങ്ങനെയാണ് എന്നെ അതിനകത്ത് ചെന്നത്. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോ എങ്ങനെ പരിപാടികൾ രസമായിട്ട് വർക്കായി. ലാൽ ജോസ് സാറിന് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ലാൽ ജോസ് സാർ ഭയങ്കര നല്ല അഭിപ്രായങ്ങളൊക്കെ അവിടെ പറഞ്ഞപ്പോ അതിന്റെ അസോസിയേറ്റ്സും അങ്ങനെ വഴിയാണ് അടുത്ത പടങ്ങളും. ഇപ്പൊ അത് കഴിഞ്ഞ് ശ്രീനിയുടെ ചെറുപ്പം ക്യൂബ മുകുന്ദനായിട്ട് അഭിനയിച്ചു. അപ്പൊ അതിനകത്തുണ്ടായ ആളുടെ ആയിരുന്നു അടുത്ത സിനിമ. അപ്പൊ അങ്ങനെ ഒരു മെന്റില് ഞാൻ അങ്ങനെ അഭിനയിച്ചു. അപ്പൊ അങ്ങനെ ഓരോരോ ബന്ധം, അങ്ങനെ ഒരു സിനിമ ചെയ്ത് അതിന്റെ ഒരു അസോസിയേറ്റിന് വേറെ പടം വരുമ്പോ അങ്ങനെ ചെയ്തതാണ് ആ സിനിമകളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തത്. അത് കഴിഞ്ഞ് ഹണീബിയാണ് ഒരു ബ്രേക്ക് എന്നൊക്കെ പറയാന്ന്. പക്ഷെ അതിന്റെ ഇടയിൽ മാണിക്കക്കല്ലിലെ ബഷീർ. അതിനു മുമ്പ് എനിക്ക് തലപ്പാവ് ചെയ്തു. തലപ്പാവ് ചെയ്ത് കഴിഞ്ഞപ്പോ രാജുവേട്ടനാണ് മാണിക്കക്കല്ല് ഇങ്ങനെ ചെയ്യുന്ന, അങ്ങനെയാണ് ഞാൻ മാണിക്കക്കല്ല് പോകുന്നത്. അപ്പോ അതും ഒരു രസമുള്ള പരിപാടിയായിരുന്നു. മാണിക്കക്കല്ല് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് രാജുവേട്ടന്റെ കൂടെ തന്നെ അർജുനൻ സാക്ഷിയിലും അങ്ങനെ രാജുവേട്ടൻ പറഞ്ഞിട്ടാണ് അർജുനൻ സാക്ഷിയിലും രഞ്ജിത് ശങ്കറിന്റെ പടം. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ ഇതും ഓരോരോ സിനിമകളിലുള്ള പരിചയം വെച്ച് അങ്ങനെയായിരുന്നു എനിക്ക് ആ സമയത്ത് ക്യാരക്ടേഴ്സ് കിട്ടുന്നത്. അപ്പൊ ഹണീബി ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം ആ പയ്യനായിരുന്നല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ റിയലൈസ്. അതെ അതെ, ഗണപതിയുടെ ഒക്കെ ഗ്രാഫ് നമ്മൾ വേറെ രീതിയിൽ അങ്കിളിന്റെ തന്നെ ചെറുപ്പം ചെയ്തു, തലപ്പാവിലും കോബ്രയിലും ചെയ്തു. അത് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് അല്ലേ? പിന്നെ രാജനിലൂടെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ചെറുപ്പം ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അങ്കിളായിട്ട് ചെയ്തിട്ടുണ്ട്. ജാനമനില് എന്റെ കൊച്ചാപ്പനാണ് അങ്കിള്. അപ്പൊ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. രസമുള്ള പരിപാടി തന്നെയാണ്. അങ്കിളിനെ അച്ഛന്ന് വിളിക്കാൻ, അങ്കിളിൽ തന്നെ വിളിക്കാനും കൊച്ചാപ്പ തന്നെ വിളിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളത്. ക്വീൻ എലിസബത്ത് ഇപ്പം പത്മകുമാർ സാറിന്റെ ഇറങ്ങിയപ്പോ അതില് കൂടെ വർക്ക് ചെയ്തിരുന്നില്ലേ? നരയൻ മീര ജാസ്മിൻ കോംബോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഫേവറേറ്റ് കോംബോ ആയിരുന്നു. അന്ന് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു? അത് ആ കണ്ടന്റ് ഡയറക്ടർ ആ കണ്ടന്റ് വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കോമ്പിനേഷൻ വേണം തോന്നി. അങ്ങനെയാണ് നിരീക്ഷിച്ചെടുത്ത് വരികയും നിരീക്ഷിച്ചത് അങ്ങനെ ടീം വർക്കായിട്ട് അവർ ഡയറക്ടറിനെ തീരുമാനിക്കുകയായിരുന്നു. അത് പെട്ടെന്നുള്ള ഡിസിഷൻ ആയിരുന്നു അത്, അല്ലാതെ ഇങ്ങനെ കഥ വരുമ്പോഴേ ഇങ്ങനെ ഒരു അങ്ങനെയൊന്നും അല്ല. ഒടിയനിലും അതുപോലെ ശ്രീകുമാർ സാറിന് അല്ലെ. ഒടിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാം ഒരുപാട് സംസാര വിഷയമായ ഒരു പാഠമാണ്. അതിന്റെ ഒരു വർക്ക് കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ അത് എത്രയോ നാൾ തൊട്ട് ഈ ഒടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു ആൾക്കാർ. 1.5 വർഷം വർക്ക് ചെയ്ത സിനിമയാണ്. അതിന്റെ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ 55 രാത്രികളാണ് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും എഫേർട്ട് എടുത്ത സിനിമയാണ്. ലാൽ സാറൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എഫേർട്ട് എടുത്ത സിനിമയാണ് ലാൽ സാറ്, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ചേഞ്ചിന് വേണ്ടിയിട്ടെല്ലാം. അതിന്റെ ഒരു പരാജയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ഇതിനെ ശ്രീകുമാർ സാറൊക്കെ നമ്മൾ പിന്നീട് അത് ആരോടും സംസാരിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും ആ ടീം എടുത്തിട്ടുണ്ടാവുക എന്നറിയാനുള്ള ഒരു കൗതുകം. വിജയപരാജയങ്ങളെന്നൊക്കെ ഉപരി ഒരു കലാസൃഷ്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളതായില്ലേ ഇപ്പോഴും നമ്മൾ ഏതൊരു കലാകാരനും ഏതൊരു മേക്കറും ചിന്തിക്കുന്നത്. ജയപരാജയം എന്ന് പറയുന്നത് നമുക്ക് മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ ഒരു കല, ഒരു ആർട്ട്, ആ ഒരു ഫോം, ഒടിയൻ എന്ന് പറയുന്ന കഥാപാത്രം, അതിന്റെ വിഷ്വലൈസേഷൻ, അതായിരിക്കും ആ ക്രൂ ശ്രദ്ധിക്കുക എപ്പോഴും. അതിലാണ് അവർ ഫോക്കസ് ചെയ്തത്. അതിന്റെ വിജയം പരാജയം പ്രേക്ഷകരുടെ കയ്യിലല്ലേ. പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കില്ല എന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അപ്പോൾ അതിനുശേഷമല്ലേ അറിയുള്ളൂ. എന്തായാലും മാക്സിമം അതിനകത്ത് എല്ലാവരും ആത്മാർത്ഥമായി വർക്ക് ചെയ്തവരാണ്. അത് നന്നാവണമെന്ന് ആഗ്രഹിച്ചവരാണ്. അതൊരു രസമുള്ള കോൺസെപ്റ്റാണ്.
ഇപ്പോഴും ഇപ്പൊ നമ്മൾ ടി വിയിലൊക്കെ വരുമ്പോൾ കാണാൻ ഇഷ്ടമുള്ള ഒരു കോൺസെപ്റ്റാണ്, സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അറിയില്ല. മാണിക്യ കഞ്ഞി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതിനെയൊന്നും ഒരിക്കലും നിങ്ങൾ ആ ലെവലിൽ ചിന്തിച്ച് കാണില്ലല്ലോ അല്ലെ? ഈ ഒരു ഫണ്ണായിട്ട് അതിനെ മാറും. പ്ലേസ്മെന്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരുന്നെങ്കിൽ വ്യത്യാസം വരുമായിരിക്കും അതിന്റെ പ്ലേസ്മെന്റിൽ. അത് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ ഞാനൊരു സംവിധായകന്റെ ഭാഗമല്ലേ അതിൽ. പക്ഷെ മഞ്ജു ചേച്ചിയൊക്കെ അത് രസമായിട്ട് പറയുമ്പോൾ നമ്മളും അത് അങ്ങനെ രീതിയിൽ അവർ തന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളും എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആദ്യ സിനിമയിലെ പോലീസ് വേഷം മുതൽ ഇതുവരെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പം മുമ്പുള്ള പോലീസുകാരെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു 90s കണ്ടിട്ടുള്ള അല്ലേ? അതൊക്കെ ആയിരിക്കും ആദ്യം പോലീസ് എന്ന ധാരണ. പിന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഇപ്പോൾ ടോവിനോ ചേട്ടനായാലും നിവിൻ ചേട്ടനായാലും റിയലിസ്റ്റിക് ആയ പോലീസുകാരെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇപ്പോൾ എത്തുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും എന്തൊക്കെയാ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത്? ശരിയാട്ടോ, പണ്ടത്തെ പോലീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് സുരേഷ് ഗോപി അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ആളുകളെ നമുക്ക് വരാം. അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു റഫ് ആൻഡ് ടഫ് പോലീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു നിവിൻ ചേട്ടൻ ആക്ഷൻ ഹീറോ ബിജുവിലാണ് ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. അവിടെ തൊട്ട് മാറി. പിന്നെ പല ഭാഷകളിലും നല്ല വേറെ പോലീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരക്ടർ നോക്കിയിട്ട് ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു അയാളെ മനുഷ്യനാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം സ്റ്റീരിയോ ടൈപ്സ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം. നമുക്ക് സ്റ്റീരിയോ ടൈപ്സ് ഒന്നും കോപ്പി അടിക്കാൻ പറ്റില്ല, കാരണം അവരത് വൃത്തിയിൽ ചെയ്തു. ഇനി നമ്മളത് കോപ്പി അടിച്ച് കൊള്ളാക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വയസിദ്ധമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞ പോലെ ഡയറക്ടറായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് കാരണം ഇത് സൃഷ്ടിച്ച ആൾക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയായിരിക്കണം പോലീസ് എന്നുള്ളത്. അപ്പോൾ അത് വൃത്തിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ തന്നെ വേരിയേഷൻസ് വരും. ഇപ്പം ഞാൻ കണ്ടമാനം ലോഡ് എടുക്കാറില്ല. അപ്പം ഞാൻ ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത്. അതിന് വേണ്ടി ഹോംവർക്ക്സ് ഞാൻ ചെയ്യുന്നല്ലാതെ ഞാൻ സൃഷ്ടിച്ച് കൊണ്ടുവരാറൊന്നുമില്ല. ഇവരെ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിക്കാനും ശ്രമിക്കാറുള്ളൂ. അത് കുറച്ചുകൂടി സേഫും അത് കുറച്ചും നല്ലതും അങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്. അല്ലാതെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും എങ്ങനെയാണ് ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? കാരണം ഇപ്പോൾ ഒരു കസിൻ എന്നുള്ള രീതിയിൽ ഇപ്പം എല്ലാവരും പറയും നിവിൻ്റെയും ടോവിനോയുടെയും കസിൻ എന്നൊരു ലേബലും കൂടെ നമുക്ക് എക്സ്ട്രാ വരികയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ലേബലും ഉണ്ടായിരുന്നില്ലേ വരുന്ന സമയത്ത്? നമുക്ക് അങ്ങനെയും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും രീതി അത് ബ്രേക്ക് ചെയ്യാനുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് എന്ന് വെച്ചാൽ ഫീച്ചറൊക്കെ ചിലപ്പോൾ സിമിലർ ആയിരിക്കും, നമ്മൾ അറിയാതെ തന്നെ അല്ലേ? നമ്മൾ എക്സ്പ്രഷൻസ് ചിലപ്പം ആൾക്കാർ ഇത് അതുപോലെ എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ മായനദി കണ്ട സമയത്ത് എനിക്ക് തന്നെ തോന്നിയായിരുന്നു ഇതിൽ കുറേയൊക്കെ എന്നെ പോലെ ഉണ്ടല്ലോ തോന്നിയായിരുന്നു. ഇത് ടോവിന് മുമ്പ് ചെയ്തൊരു കഥാപാത്രവും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. മായനദിയിൽ എനിക്കത് ഫീൽ ചെയ്തു. അപ്പം ഞാൻ പിന്നീട് നോക്കിയ സമയത്ത് ശരിയാണ്. ഇപ്പം എൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കസിൻസ് ആണ്. ഞങ്ങൾക്ക് സിമിലാരിറ്റീസ് ഉണ്ടാവണം, ലുക്സിലുണ്ടാവും, സംസാരത്തിലുണ്ടാവും. പക്ഷേ അത് നമ്മൾ ഇനി അദ്ദേഹം ഇപ്പോൾ ടോവി അല്ലെങ്കിൽ നിവിൻ ചേട്ടൻ അവരുടേതായ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് അത് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെതായിട്ടൊരു എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു യുണീക്കായിട്ട് മാറി നിൽക്കാൻ പറ്റൂല. അപ്പം കഴിവതും ഞാൻ അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. പിന്നെയും വന്നു കഴിഞ്ഞാൽ അതെനിക്ക് പറ്റാണ്ട് വന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും. ലുക്സിലെ സിമിലാരിറ്റി ഇപ്പോൾ നമ്മുടെ പുഷ്പവിമാനത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞു ഉല്ലാസേട്ടൻ നമുക്ക് ലുക്ക് എങ്കിലും പറയുമ്പോൾ ഉല്ലാസേട്ടൻ പറയട്ടെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തേക്കുന്നത്, ലുക്ക് പ്ലാൻ ചെയ്തത് അദ്ദേഹമാണ് ഈ ലുക്കിലേക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന് മീശ ഇങ്ങനെ വെക്കണം, മുടി നമുക്ക് തൊപ്പി ഇങ്ങനെ വെക്കാം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. അത് ഒരു കളക്റ്റീവ് എഫേർട്ടിലാണ് നമുക്ക് ഈ സംഭവങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുക. കഴിവതും നമ്മൾ അവരെ കോപ്പിടിക്കാതെ നിൽക്കുക എന്നുള്ളതാണ് നല്ലൊരു തീരുമാനം. താടിയും മുടിയും വെട്ടിയത് ഇതിനു വേണ്ടിയാണോ? അത് കുറച്ച് നാൾ അങ്ങനെ ഒരു ലുക്കില് അത് സത്യം പറഞ്ഞ ഒരു തമിഴ് പടത്തിന് വേണ്ടിയിട്ടാണ് താടി മുടിയും വെച്ചിരുന്നത്. പിന്നീട് ആ പ്രൊജക്ട് ഡ്രോപ്പ് ആയി. അപ്പൊ തന്നെ ഞാൻ മുടിയും കാര്യങ്ങളൊക്കെ വെട്ടി കല്യാണം കഴിഞ്ഞിടയ്ക്ക് പിന്നെ ഇതിന് വേണ്ടി അങ്ങനെ ഇല്ല. അത് ഞാൻ ചേട്ടൻ പറഞ്ഞ ലുക്കിലേക്ക് എത്തിയതാണ്. വേറെ പ്രൊജക്ട്സ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ കറക്റ്റായിട്ട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി. ഇതിനു വേണ്ടി തന്നെയാണ് താടി കളഞ്ഞത്. ഓപ്പറേഷൻ ജാവയിലെ ബിൻചേട്ടനായിട്ടുള്ള മറ്റൊരു പോലീസ് എന്നല്ല സൈബർ വിങ് അല്ലേ? ഇപ്പോഴും പറയാം ബിൻചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ബഹുമാനമാണ് ഡോ പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുന്ന ഒരു സീനാണ്. ആ സീനിന്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരുന്നു? കാരണം അങ്ങനെ ഒരു ഇടനാഴിയിലൊരു ബെഞ്ചും അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. നമ്മള് തരുണിന്റെ ഐഡിയ തന്നെയായിരുന്നു. നമ്മളെ സൈബർ വിങ്ങില് നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് നമ്മൾ പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലം വേണം, അങ്ങനത്തെ ഒരു ലൈറ്റിങ് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മള് അത് സംസാരിച്ച് അത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് മറ്റേ എഴുത്തിലേക്ക് പോവാതെ അത് പ്രോപ്പറായിട്ടൊരു ചേട്ടൻ ഒരു പരിപാടി അതിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്നേഹത്തിന്റെ അതിനകത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയിൽ തന്നെ വേണം എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ സംസാരിച്ച് എല്ലാവരും ഡയലോഗും അങ്ങനെ പറഞ്ഞൊരു അതാവൂല്ലേ ആൾക്കാരിലേക്ക് അത് കുറച്ചുകൂടെ കണക്ട് ആവുന്നത് സിനിമയായി നിൽക്കാതെ. ബിനിച്ചേട്ടന്റെ പെർഫോമൻസിലും ഉണ്ടല്ലോ ഒരിക്കലും ഒരു നാടകീയത വരാതെ ആണ് ബിനിച്ചേട്ടൻ ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു സ്ലാങ്ങിലൊക്കെ പറയുമ്പോൾ നമുക്ക് അതാണ്. അപ്പൊ അതൊരിക്കലും മറ്റേ ഈ ടെക്സ്റ്റ് ബുക്ക് പരിപാടിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും വർക്കാവില്ല. അത് തരുണും കൃത്യമായിട്ട് അറിയാം, ബിനിച്ചേട്ടനും അറിയാം, ബിനിച്ചേട്ടനും സൊസൈറ്റി ആയിട്ട് ബിനിച്ചേട്ടനും അറിയാം. പിന്നെ പുള്ളി ഒരു നല്ല നടനം കൂടിയാണ്. അപ്പൊ അത് കാരണം
എല്ലാവരും കൂടി ഇപ്പൊ പറഞ്ഞ ഒരു കളക്റ്റീവ് പരിപാടിയാണല്ലോ സിനിമ. അപ്പൊ അതിന്റെ ഒരു ഫായിന്റെ രസമുള്ള ഒരു ഫ്രെയിമും എല്ലാം കൂടി വന്നപ്പോൾ നല്ല രസമുള്ള സീനായി മാറിയതാണ്. ചേരിയിലെ ആ ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. നമുക്ക് എന്ത് സംഭവിക്കുന്നു അല്ലാതെ നമ്മള് അന്നൊക്കെ ഞാനൊക്കെ അത് OTT-ലാണ് കണ്ട, പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആ എൻകൗണ്ടർ എങ്ങനെയായിരുന്നു? അതിന്റെ കോമഡി ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് നമ്മള് കോയമ്പത്തൂർ ഒരു ചേരിയിലാണ് പോയി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ചെന്നിട്ട് രാത്രി ഒരു 7-8 മണിയോടെങ്കിൽ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം ഷൂട്ട് ചെയ്യാൻ വേണ്ടി. മൊത്തം ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ആ എൻകൗണ്ടർ നടക്കുന്നത് ശരിക്കും പാതിരാത്രി ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ പതുക്കെ ചെന്ന് ആൾക്കാരെ വിളിക്കുന്നതായിട്ടാണ്. പക്ഷെ ആ ചേരി മൊത്തം പുറത്തിറങ്ങിയിട്ടുണ്ട് സിനിമ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. അവർ വിചാരിക്കുന്ന വിജയോ അങ്ങനത്തെ ആരാ വരുമെന്നാണ്, വേറെ സിനിമാ നടന്മാര് വരുമെന്നായിരിക്കണേ. പക്ഷെ ഞാനും ലുക്കും ബിലിച്ചോണ്ടൊക്കെ സൈഡിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഞങ്ങളെ മനസ്സിലാവുന്നില്ല, ഏതോ സിനിമ ഷൂട്ടിങ് ഏതോ വലിയ ആർട്ടിസ്റ്റ് വന്നിട്ട് ഇരിക്കുന്നത്. നമ്മൾ അയ്യോ അണ്ണാ പോയി തൂങ്ങണ്ണ, അവര് ആർട്ടിസ്റ്റാ ഞങ്ങൾ എന്നിട്ട് ഇവർക്ക് ഇത്രയും പേരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. എന്നിട്ട് അവസാനം ഒരു 12-1 മണി കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാരും ഷൂട്ടിംഗ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു പോയി കിടന്ന ഗ്യാപ്പിലാണ് നമ്മൾ പോയിട്ട് മിണ്ടാതെ പതുക്കെ ഷൂട്ട് ചെയ്യുന്ന പോയി ഷൂട്ട് ചെയ്ത് തീർത്തത്. അത് മഞ്ഞുമല വന്ന ശേഷം ഇപ്പൊ പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മള് ഇനിയിപ്പോ തമിഴ്നാട്ടിലല്ല കുറച്ച് അധികം സ്റ്റേറ്റിൽ പോകാൻ മഞ്ഞുമല എല്ലാ രീതിയിലും പോയ സ്ഥിതിക്ക് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരൊക്കെയാണ് ഓടിയിട്ടുള്ളത്. കണ്ണൂർ കണ്ണൂർ എല്ലാ റോട്ടിൽ കൂടിയും പാല് ഇത് അവിടെയാണല്ലേ ഷൂട്ട് ചെയ്തത്. ജോസഫിൽ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പത്മകുമാർ സാറിന്റെ. ആ പടത്തിന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ജോജു ചേട്ടന്റെ ഒരു പെർഫോമൻസ് ആയാലും അങ്ങനെ ഒരു ആക്ടറിന്റെ കരിയറിൽ തന്നെ വലിയൊരു മൈൽ സ്റ്റോൺ ആയതല്ലേ. ജോസഫിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് എങ്ങനെയായിരുന്നു പത്മകുമാർ സാർ? സിനിമ പത്മകുമാർ സാറ് ജോയിച്ചേട്ടൻ എത്തുന്നു. അന്നൊരു നിർമ്മാതാവ് ആദ്യം വരുന്നു. ആദ്യത്തെ 13 ദിവസം ഒരു നിർമ്മാതാവാണ്. ഇടയ്ക്ക് വെച്ച് പടം നിന്നു, ഷൂട്ട് നിർത്തിവെച്ചു. ഞങ്ങളെല്ലാം അൺസർട്ടനിറ്റി ആയി. അതിനുശേഷം പപ്പേട്ടൻ തന്നെ, പത്മകുമാർ സാറ് തന്നെ അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളെയും ചേർത്തിട്ട് പ്രൊഡ്യൂസറായി നിന്നുകൊണ്ട് പടം മൊത്തം 45 ദിവസം 46 ദിവസം ഷൂട്ട് ചെയ്തത്. അതിൽ 45-ാം ദിവസം വരെയും പപ്പേട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ. 2 ദിവസം മുന്നെയാണ് ജോയിച്ചേട്ടൻ കണ്ട് ഏറ്റെടുക്കുന്നത് ആ സിനിമ. പിന്നെയാണ് ചരിത്രം മാറിയത്. ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്ട്, അന്നത്തെ ആ രീതി, അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മുടെ സിനിമ പോലെയാണ്, ഒരു നിമിഷം മതി ഒരാളുടെ ജീവിതം മാറി. അത് ജോയിച്ചേട്ടന്റെ കരിയർ മാറി. ജോയിച്ചേട്ടനാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത സിനിമയാണ്. ജോയിച്ചേട്ടൻ എന്ന ആക്ടർ എല്ലാ രീതിയിലും എഫേർട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ വീടും കാര്യങ്ങളൊക്കെ പണയം വെച്ച് അദ്ദേഹം ഭയങ്കര സ്പെൻഡ് ചെയ്തു, മാർക്കറ്റിംഗിന് പ്രൊമോട്ട് ചെയ്തു. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നൊരു സിനിമയാണ്. അതിലൂടെയാണ് ജോയിച്ചേട്ടന്റെ വ്യത്യാസം ഉണ്ടായത്, പപ്പേട്ടന്റെ ഒരു ബ്രേക്ക് ആയത്, രഞ്ജിൻ രാജ് എന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ടായത്. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായത്. ആ പൂമുത്തോളെ പാട്ടൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ പൂമുത്തോളെ പാട്ടില്ല, ജസ്റ്റ് വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നീടാണ് അത് പാട്ടായി മാറിയത്. ആ പാട്ട് ആ സിനിമേന്റെ വിഷ്വൽ കണ്ടിട്ട് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ പാട്ടാണത്. നമ്മൾ ഈ പറയുന്ന ഇതിൽ തന്നെ എത്തുമ്പോൾ ഒരു കോൺവെർസേഷൻ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവുമല്ലോ, നിവിൻ ചേട്ടനായിട്ടും ടോവിനോ ആയിട്ടും. നമ്മുടെ മുന്നേ നമ്മൾ ഏത് ഇപ്പം ബിടെക് ആയാലും നമ്മുടെ മുന്നേ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളോട് ചോദിച്ചിട്ടാണല്ലോ നമ്മൾ കയറണ്ടേ എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു ഉപദേശം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കോൺവെർസേഷനിൽ എന്തായിരിക്കും രണ്ടുപേരും പറഞ്ഞ്? നിവിൻ ചേട്ടനാണ് ആദ്യം ഫീൽഡിൽ വന്നത്. അപ്പോൾ നിവിൻ സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. പുള്ളി പറഞ്ഞു നീ ചെയ്ത് നോക്ക്, നീ അപ്പനോട് സംസാരിക്കുക. കാരണം നിവിൻ ചേട്ടൻ വീണ്ടും ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ അപ്പൻ എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചാൽ പുള്ളി അതിൽ സപ്പോർട്ട് ചെയ്തു എന്നൊരു സാധനം വരരുത്. അപ്പോൾ മോഡലിംഗ് തൊട്ടേ നീ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഇതായിരുന്നു. പിന്നീട് ഞാൻ അഭിനയം ആണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ പടത്തിന് ഓഡീഷൻ പോകുന്നു, അത് സെലക്ട് ആവുന്നു. അപ്പോൾ നിവിൻ ചേട്ടൻ ഓൾറെഡി വർക്ക്, സുനിൽ ഇബ്രാഹിമാണ്, അദ്ദേഹം ഓൾറെഡി ചാപ്റ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്തതാണ് ഡയറക്ടറായിട്ട്. അപ്പോൾ ഞാൻ വിളിച്ച് പറയുമ്പോൾ ഒരു അടിപൊളിയാണ് നീ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അതിന് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ടോവി ആണെങ്കിൽ ടോവി ആ സമയത്ത് സിനിമയിലേക്ക് കയറി തുടങ്ങിയിട്ടുള്ളൂ. നിവിൻ ചേട്ടൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നായിരുന്നു. അപ്പോൾ ടോവി ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. കാരണം ഞങ്ങൾ രണ്ടുപേരും അവൻ്റെ സ്ട്രഗ്ലിംഗ് ഫേസിന് പിന്നാലെ ഞാൻ കയറി വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടു അവരുടെ സ്ട്രഗിൾ കറക്റ്റായിട്ട്. ടോവി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല. ഇതാണ് മെയിൻ സംഭവം. അതാണ് അവർ വീണ്ടും പറയുന്നത്. നമ്മളെ തന്നെ സറൗണ്ട് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സറൗണ്ട് ചെയ്യുക, മടി പിടിക്കാതിരിക്കുക, കഴിവതും എല്ലായിടത്തും ഓടിച്ചെല്ലാം നോക്കുക, ഇങ്ങനത്തെ ബേസിക് ഉപദേശങ്ങൾ. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എല്ലാവരും മര്യാദയ്ക്ക് പെരുമാറുക. അപ്പം എന്നോട് പറഞ്ഞു നീയായിട്ട് തന്നെ പെരുമാറിയാൽ മതി, വേറെ ഇനി ഫേക്ക് ആവേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും ഓപ്പൺ സംസാരിച്ച കൂട്ടത്തിൽ അങ്ങനെ സംസാരിച്ച് എല്ലാവരും കമ്പനിയായിട്ട് പോയാൽ മതി. ഇത് കൂട്ടായ ഒരു എഫേർട്ടാണ്. സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല, നമുക്കാണ് സിനിമേനെ ആവശ്യം. ആ ടാഗ്ലൈൻ എല്ലാ ദിവസവും രാവിലെ 10 പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമൊക്കെ മാറിക്കിട്ടും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ
ഉപദേശമായിട്ടല്ല, ഒരു നിരന്തരമായ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ആണ്. അപ്പോൾ ഓരോ പോയിന്റിലും നമുക്ക് സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവരതിൽ നിന്നുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരെങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുതരും. അപ്പം നമുക്കതൊരു ഇൻസൈറ്റ് ആണ്, നമുക്ക് എങ്ങനെ അത് പെരുമാറാം, മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രൊസീജിയറാണ് അവരോട് കിട്ടുന്നത്. സിദ്ദിഖ് ലാൽ കോംബോനെ നമ്മളൊക്കെ ഇവര് പണ്ട് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസിലും ഓരോരുത്തർ ചോദിക്കുന്നതൊക്കെ കേട്ടിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഇത്രമാത്രം അവരെ കോംബോ തീവ്രമായിരുന്നു എന്നുള്ളത് സിദ്ദിഖ് സാറിന്റെ മരണത്തിലാണ് നമ്മൾ ലാൽ സാർ തകർന്നു പോയ ആ ഒരു ഇത് കാണുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുട്ടിക്കാലം തൊട്ട് ഇത് കണ്ടു വളർന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ആ കോംബോയും ആ പടങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തതും ഒക്കെ ഒബ്സർവ് ചെയ്ത് തന്നു. ചെറുതാവുമ്പോ തൊട്ട് ഈ ഒരു സിനിമ അല്ല അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അത്ര അധികം നമ്മൾ ഫീൽ ചെയ്ത് പുള്ളിയെ കാണാറില്ലല്ലോ. പിന്നെ ഉറപ്പായിട്ടും അത് വളരെ വിഷമമുണ്ടായ ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും നമുക്ക് ഇപ്പൊ ലാലങ്ങളുടെ ഒരു വലിയ ഏറ്റവും വലിയ സുഹൃത്ത്, ഒരു ബെറ്റർ ഹാഫ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥ തന്നെയാണ്. ഇവര് ശരിക്കും ഒരാളാണെന്ന് ഒരുപാട് കാലം ആൾക്കാർ വിചാരിച്ചിരുന്നതാണ്. ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവര് ഒരാൾ തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അത്രയും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അല്ല ഇങ്ങനത്തെ ഇത് സെപ്പറേറ്റഡ് ആകുമ്പോ ആൾക്കാര് ഇവര് രണ്ട് എന്നൊക്കെ പറയുമായിരുന്നല്ലോ. ഒരിക്കലും ഇല്ല. ഇപ്പൊ ഇവര് സെപ്പറേറ്റ് ആയിട്ട് സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവര് എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ലാലങ്ങളുടെ ഒരു സിനിമ ഉണ്ടെങ്കിൽ സിദ്ധികളായിരിക്കും ആദ്യം എന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി വരിക, സിദ്ധികളായിരിക്കും അതിൽ എന്റെ എല്ലാ ഡിസ്കഷനും വിളിക്കുക. അത് അവരെ സുഹൃബന്ധം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണ്ടായിരുന്നു. പുറത്തങ്ങനെ കാര്യമായിട്ട് പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. അത് ട്രൂ ഫ്രണ്ട്സ് തന്നെയായിരുന്നു അവര്. ഉള്ളിലെ സിനിമാക്കാരന് ശരിക്കും എങ്ങനെയായി സിദ്ദിഖ് ലാൽ കോംബോ എന്നുള്ള കുട്ടിക്കാലം തൊട്ട് ഇൻസ്പയർ ചെയ്ത്? ഡെഫിനറ്റ്ലി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും സിനിമയിൽ എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ചെറുപ്പത്തിലെ ഉള്ള പരിപാടി. ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ ആ ഒരു ഫാമിലിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സംഭവം വേറെ വലിയ ജോലി ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത് എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ്. അതിപ്പോ ഡയറക്ഷനിലായാലും അല്ലെങ്കിൽ ക്യാമറയിലായാലും ഇതെല്ലാം നമ്മൾ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള പരിപാടിയാണ്. അതിനകത്ത് നമുക്ക് അതായിരുന്നു ഏറ്റവും വലിയ ഒരു സംഭവം. അതാണ് ഏറ്റവും വലിയ പരിപാടി. ഇതാണ് സിനിമയിൽ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെയായിരുന്നു കുഞ്ഞിലെ തുടങ്ങിയുള്ള നമ്മളുടെ ആഗ്രഹം. അപ്പൊ അത് ഇങ്ങനെയൊക്കെ നടന്നുപോയി. അപ്പൊ പുഷ്പക വിമാനത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.